പത്തനംതിട്ട ജില്ലയിലെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി സുനിൽ ഇലന്തൂർ ചേരുന്നുണ്ട്. സുനിൽ, എങ്ങനെയാണ് ജില്ലയിലെ നിലവിലെ സാഹചര്യം? ജീന, പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കിഴക്കൻ വനമേഖലകളിലും കഴിഞ്ഞ രാത്രി ഇടത്തരം ശക്തമായ മഴയുണ്ടായെങ്കിലും ഇന്ന് പകൽ ജില്ലയുടെ എല്ലാ ഭാഗത്തും മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്. റാന്നി, ആറന്മുള, തിരുവല്ല ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെയോടെ തന്നെ വെള്ളക്കെട്ട് നീങ്ങിയിരുന്നു. പമ്പ അടക്കം ജില്ലയുടെ പ്രധാന നദികളിലും ജലനിരപ്പ് താണിട്ടുണ്ട്. എല്ലാ പ്രധാന റോഡുകളിലും നഗരങ്ങളിലും ഗതാഗത തടസ്സം ഒഴിവായി റോഡുകൾ സഞ്ചാരയോഗ്യമായിട്ടുണ്ട്. ആറന്മുളയിൽ നിന്നടക്കം രക്ഷാപ്രവർത്തനത്തിനെത്തിച്ച ബോട്ടുകളുമായി മത്സ്യത്തൊഴിലാളികളും മടങ്ങിപ്പോയി. എന്നിരുന്നാലും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് നിലവിലുണ്ട്. ജില്ലയിൽ 158 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,683 പേരാണുള്ളത്. വെള്ളക്കെട്ടിന് ശമനം ഉണ്ടായതോടെ ആളുകളും വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമായ ഭാഗങ്ങളിലെ താമസക്കാർ ക്യാമ്പുകളിൽ തന്നെ തുടരുന്നുണ്ട്. നിലവിൽ തിരുവല്ല താലൂക്കിലാണ് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളത്. തിരുവല്ല താലൂക്കിൽ 101 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. ഈ ക്യാമ്പുകളിൽ 2503 കുടുംബങ്ങളിൽ നിന്നുള്ള 7,950 പേരാണുള്ളത്. തിരുവല്ല നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി നീങ്ങിയിട്ടുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലും അപ്പർ കുട്ടനാട് ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുവല്ല താലൂക്കിലെ സ്ഥിതി വിലയിരുത്തുന്നതിനും ദുരിതബാധിതരെ സന്ദർശിക്കുന്നതിനും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവല്ലയിലെത്തും. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ജില്ലയിലെ പ്രധാന ഡാമുകളിലും ജലനിരപ്പ് സുരക്ഷിതമായ അവസ്ഥയിലാണ്. ഡാമുകളുടെ ഷട്ടറുകൾ ഒന്നും തന്നെ തുറന്നിട്ടില്ല. വെള്ളക്കെട്ട് ഒഴിഞ്ഞതോടെ വീടുകൾ വൃത്തിയാക്കുന്ന ജോലികളിലാണ് കുടുംബങ്ങൾ. വീടുകൾ താമസയോഗ്യമാക്കുന്നതിനും റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും അടിഞ്ഞുകൂടിയ ചെളികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. 5 ദിവസങ്ങളിലായി കടുത്ത പ്രളയഭീതിയിലായിരുന്ന ജില്ല പതിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രളയം ജില്ലയിൽ വലിയ നാശനഷ്ടവും കൃഷിനാശവും വരുത്തിയിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിലുള്ളത്. കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും നിലവിൽ ആശങ്കാജനകമായ സാഹചര്യങ്ങളൊന്നും തന്നെ ജില്ലയിൽ നിലവിലില്ല. ജീന. ശരി, പത്തനംതിട്ടയിൽ നിന്ന് സുനിൽ ഇലന്തൂരാണ് വിവരങ്ങൾ നൽകിയത്.